एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ രുചികരമായ ഒരു പുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 1 ഗ്ലാസ് ചമ്പാവരി എടുത്തിട്ടുണ്ട്. ഇത് റേഷൻ കടയിൽ നിന്നുള്ള ചമ്പാവരിയാണ്. അപ്പോൾ ആദ്യം ഇത് കുതിർക്കണം. 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ പൊടിച്ചെടുക്കണം. നമ്മൾ ഈ ചിരട്ടയിലാണ് ചിരട്ടപ്പുട്ട് തയ്യാറാക്കുന്നത്. ചിരട്ട നന്നായിട്ട് വൃത്തിയാക്കി ഇതുപോലുള്ള കണ്ണുള്ള ചിരട്ട എടുക്കണം. എന്നിട്ടൊരു കണ്ണിലൊരു ഹോളിട്ടതിന് ശേഷം നമുക്ക് തയ്യാറാക്കി എടുക്കണം. നമുക്ക് ആദ്യം ഒരു കുക്കറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം കണ്ടില്ലേ ഇതുപോലെ ഒരു വളയം നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ചിരട്ടയ്ക്ക് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പുട്ടിൻ്റെ മാവ് നന്നായിട്ട് നനച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ട് നനച്ചെടുക്കാൻ. കണ്ടില്ലേ ഈ ഒരു പരുവത്തിനാണ് നമ്മൾ നനച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിരട്ടയിൽ ഒരു ചില്ലിട്ടതിന് ശേഷം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നനച്ച് വച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ തേങ്ങ ചിരകിയതിട്ടിട്ട് മാവ് നിറച്ച് കൊടുക്കണം. പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിഭവത്തിൻ്റെ യഥാർത്ഥ പേര് പിട്ട് എന്നാണ്. കാലാന്തരം നമ്മൾ പറഞ്ഞ് അത് പുട്ടായി. ഇനി നമുക്ക് ഈ ചിരട്ടയുടെ ഹോളില്ലേ അത് നമ്മുടെ ഈ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം ആവി വരുന്ന ആ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനി നന്നായിട്ട് വെന്ത് വരണം. വളരെ ആരോഗ്യപ്രദവും അതുപോലെ തന്നെ വളരെ രുചികരവുമായ ഒരു പുട്ടാണിത്. നമുക്കിതൊരു ചെറിയൊരു മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ചിരട്ടയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഗുണകരമാണ്. അപ്പോൾ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇതേ രീതിയിൽ. അപ്പോൾ ഈ ചിരട്ടയുടെ ഒരു ഫ്ലേവറും ഈ നമ്മുടെ ചമ്പാവിൻ്റെ ഉള്ളൊരു സ്വാദുമൊക്കെ ആയിട്ട് നല്ലൊരു ഒരു പുട്ടാണിത്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ രുചികരമായ ചിരട്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് സെറ്റായി വരാനാണ്. ചൂടോടുകൂടി ഉടനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചേക്കാം. അതിനുശേഷം നമുക്കെടുക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായ വളരെ ആരോഗ്യപ്രദമായ ചിരട്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേ രീതിയിൽ. ഞാനിവിടെ കുറച്ച് പഴവും പഞ്ചസാരയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഈ ചിരട്ടപ്പുട്ട് വെറുതെ കഴിക്കാൻ തന്നെ വളരെ സ്വാദാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.